കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ ചോദ്യം ചെയ്യലിനായി വടകര SP ഓഫീസിലെത്തി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി മനോഹരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ഷഹീദ് വിവരങ്ങളുമായി. ഷഹീദ്, നിർണായകമായ പല വിവരങ്ങളും ഈ ദിവസങ്ങളിൽ ഇപ്പോൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ റിബേഷ് രാമകൃഷ്ണൻ ഹാജരായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, കാഫിർ സ്ക്രീൻഷോട്ടിൽ പുനരന്വേഷണം നടത്തുന്ന SITയുടെ അന്വേഷണം തുടരുകയാണ്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ വിളിച്ചു വരുത്തിയത്. റിബേഷ് ഇപ്പോൾ SP ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും നേരത്തെ റെഡ് എൻകൗണ്ടേഴ്സ് ഗ്രൂപ്പിന്റെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് ആദ്യമായി ഈ കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് വന്നിരുന്നത്. ആ ഗ്രൂപ്പിന്റെ അഡ്മിനായിരുന്നു റിബേഷ് രാമകൃഷ്ണൻ. റിബേഷിനെ നേരത്തെയുള്ള അന്വേഷണ സംഘം റിബേഷിനെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് എവിടെ നിന്നാണ് ഈ പോസ്റ്റർ സ്ക്രീൻഷോട്ട് ലഭിച്ചത് എന്നുള്ള കാര്യം റിബേഷ് വ്യക്തമാക്കിയിരുന്നില്ല. ഇക്കാര്യമാണ് കഴിഞ്ഞ അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നത്. ആരാണ് നിർമ്മിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം കോടതി റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് പുതിയ അന്വേഷണ സംഘം വരികയും ഈ റിബേഷ് അഡ്മിനായ റെഡ് എൻകൗണ്ടേഴ്സ് ഗ്രൂപ്പിന് ഫേസ്ബുക്ക് ഗ്രൂപ്പിന് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചത് എവിടെ നിന്നെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. റിജേഷ് എന്ന മറ്റൊരു DYFI നേതാവ് അഡ്മിനായ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ്, വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്ന് പുതിയ SIT അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. റിബേഷിനെ ചോദ്യം ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ തുടർച്ചയായ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. റിബേഷിനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ഒപ്പം തന്നെ സമാനമായി അക്കാലത്ത് അമ്പാടിമുക്ക് ഉൾപ്പെടെയുള്ള വിവിധ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഈ പോസ്റ്ററുകൾ, ഈ സ്ക്രീൻഷോട്ട് വന്നിരുന്നു. ആ ഗ്രൂപ്പ് അഡ്മിന്മാരെ ഒക്കെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുണ്ട്. വടകരയിലെ മറ്റ് 2 DYFI പ്രവർത്തകരെ കൂടി ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തുടർച്ചയായി ചോദ്യം ചെയ്യൽ നടത്തുകയാണ്. ഏറ്റവും പ്രധാനമായും ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതാര് എന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള വെല്ലുവിളി. അത് വൈകാതെ തന്നെ കണ്ടെത്താൻ കഴിയും എന്ന് പറയുന്നു. അന്വേഷണ സംഘം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് റിബേഷിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.